അപ്പോൾ ഞങ്ങൾ ഊരകത്ത് ഇന്ന് ആറാട്ടിന് ഞങ്ങളാണ് രാവിലെ ഇവിടേക്ക് എത്തി. നല്ല വൈകിട്ട് ആറാട്ട് പോയ ചടങ്ങ് പരിപാടി കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് എത്തി. അങ്ങനെ എന്താ പറയുക, ഇവിടെ വന്ന് നിൽക്കുന്നു. ഈ അമ്പലത്തിൽ ഒരു പ്രത്യേക ഒരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു ഫീലുള്ളൊരു അമ്പലം അത്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്ന് ഇവിടെ ചെറിയ ഉന്തുന്നള്ളൊക്കെ ഉണ്ടായി, ചെറിയ പ്രശ്നമായല്ലോ. അത് ഭഗവതി ഇവിടെ നിന്ന് തന്നെ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ തന്നിട്ട് വിട്ടേ. അത് കഴിഞ്ഞ് ഇവിടെ മന്ദപ്പനൊന്ന് വട്ടം കറങ്ങി കുറച്ചതൊക്കെ ആയി. ഇപ്പോൾ അടുത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഇങ്ങനെ കൊമ്പ് മുറിക്കാനുള്ള ഒരു സാങ്ഷൻ വന്നിട്ടുണ്ട്. സാങ്ഷൻ ആയിട്ടുണ്ട്. ഒരു പേപ്പറും കൂടി ശരിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊമ്പ് മുറിക്കാം. ഇത്തിരി കൂടി ആളൊരു ഭംഗിയൊക്കെ വയ്ക്കുമെന്ന് വിചാരിക്കാം. ദൈവം സഹായിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല, സന്തോഷമായിട്ടിരിക്കുന്നു, പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ നമുക്കൊന്ന് സീറ്റിങ്ങൊക്കെ ആയിട്ടുണ്ട്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ കന്നത്ത് വലിയൊരു മുഴയുണ്ടായിരുന്നു, അപ്പോൾ അത് മാറി മരുന്ന് വെച്ചുകൊണ്ടിരിക്കുന്നു. ഒരു കുറച്ചും കൂടി ഉണങ്ങാൻ്റെ ഒരു ചെറിയൊരു മുറിവും കൂടി ഉണ്ട്. അതും കൂടി ഉണങ്ങി കഴിയുമ്പോൾ ഇതാക്കും. പിന്നെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ചേട്ടത് എന്താ ഇങ്ങനെ ഈ കന്നത്ത് ഇങ്ങനെ വെള്ളം വരണതെന്ന് ചോദിക്കുന്നുണ്ട്. അത് മുറിവിനുള്ള മരുന്ന് വയ്ക്കുമ്പോൾ അതിനകത്തുനിന്ന് ലേശം വെള്ളമൊക്കെ വരും, വെള്ളം വരണത്. അത് വേറെ പ്രശ്നങ്ങളൊന്നും ഉള്ളതല്ല. 2 നേരം നല്ല വൃത്തിയായിട്ട് മരുന്ന് വെച്ച് ബാക്കിയുള്ള ആ മുറിവുകൾ കാര്യങ്ങളെല്ലാം മാറി. അപ്പോൾ ഈ ഇത് കന്നം എന്ന് പറയുക, അവിടെ ഉള്ള മുറിവ് ശരിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറ സൈഡ് ഒരു കിടക്കത്തഴമ്പിനൊരു ഇതുണ്ടല്ലോ, ഒരു മുഴ, അത് നമുക്ക് ശരിയാക്കി ഇടണം. മൊത്തത്തിൽ ആനയൊന്ന് വൃത്തിയാക്കി ആയിണ്ടെന്ന് ഇപ്പം എല്ലാവരും പറയുന്നുണ്ട്. ആന ഒരു വൃത്തി വെച്ചു, അല്ലെങ്കിൽ ആനയ്ക്ക് ഒരു ഇത് വെച്ചു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എനിക്കൊന്നും മനസ്സിലാവണമല്ലോ, ഞാൻ ഡെയിലി ഇതിൻ്റെ കൂടെ നടക്കുകയല്ലേ, അതുകൊണ്ടായിരിക്കാം. എന്തായാലും വളരെ സന്തോഷം.